ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. നമ്മൾക്കിന്നൊരു ടാക്ടിക്കൽ വീഡിയോ ചെയ്താലോ? അതായത് ഒരു ടിലമെൻസ് ആൻഡ് സാൻറ്റോസ് ഒക്കെ നമ്മുടെ ടീമിലോട്ട് വന്നതിന് ശേഷം എങ്ങനെയായിരിക്കും ഇവർ പെർഫോം ചെയ്യാൻ പോകുന്നത്, എന്താണ് കാരിക്ക് ഉദ്ദേശിക്കുന്നത്, നെക്സ്റ്റ് സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേ എന്തായിരിക്കും, ഈ വന്ന മിഡ്ഫീൽഡേഴ്സ് ഇവിടെ സെറ്റാകുമോ, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നന്നായി കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ കുറച്ച് ദിവസമായി ഒരു ടാക്ടിക്കൽ റിവ്യൂ ചെയ്തിട്ട് അതിന് പ്രധാന കാരണം നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ വിൻഡോ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ട പ്ലേയേഴ്സ് വന്നോ ഇല്ല എന്നുള്ള ഡിസ്കഷൻസൊക്കെ പല പ്ലാറ്റ്ഫോമിലും പലതും സംസാരിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിർത്താം. നമുക്ക് ആദ്യം നോക്കേണ്ടത് നമ്മുടെ ടീം എങ്ങനെയായിരിക്കും നെക്സ്റ്റ് സീസണിലോട്ട് പോകാൻ പോകുന്നത് എന്നതാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ ബാക്കിയുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്കറിയാം കസ്റ്റമറെ പോയതിന് ശേഷം നമുക്കൊരു പ്രോപ്പർ മിഡ്ഫീൽഡർ ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഉള്ള മിഡ്ഫീൽഡ് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യാനുള്ള മെയിൻ കാരണം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം ഈ വീഡിയോ ചെയ്യാൻ വെയിറ്റ് ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പ്രീ സീസൺ ഗെയിംസ് കണ്ടാൽ നമുക്കറിയാം എന്താണ് കാരിക്ക് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ശരിയാണ്, നമുക്ക് പ്രീ സീസൺ ഗെയിംസിൽ കളിച്ച പ്ലെയേഴ്സൊന്നും നമ്മുടെ ഫസ്റ്റ് ലെവനിലുള്ള പ്ലെയേഴ്സ് അല്ല പലരും. എന്നാൽ ഫസ്റ്റ് 11 പ്ലെയേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് പകരം വന്ന് കളിച്ച മിഡ്ഫീൽഡേഴ്സിൽ കളിച്ച മൗണ്ട് ആയാലും സാൻറ്റോസ് ഒക്കെ ആയാലും അവരെങ്ങനെയാണ് കളിച്ചതെന്നും അല്ലെങ്കിൽ കാരിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും നമുക്ക് ചെറിയൊരു പിക്ചർ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിരിക്കോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നെക്സ്റ്റ് സീസണിലോട്ട്, അതോ നെഗറ്റീവ് ആയിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നെക്സ്റ്റ് സീസണിലോട്ട് എന്നുള്ളത് ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയാൻ പോവാണ്. കോബി മേനു ആയിരിക്കും നമ്മുടെ മെയിൻ മിഡ്ഫീൽഡർ. അവനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി മിഡ്ഫീൽഡേഴ്സ് വന്ന് കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാനാണ് ബാക്കി മിഡ്ഫീൽഡേഴ്സ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് അറിയുന്നത്. കൂട്ടത്തിൽ നമ്മൾ കേട്ടത് മൈക്കൽ കാരിക്കിന് കളിക്കാൻ പ്രിഫറബിൾ ഒരു സെറ്റപ്പ് PSG ഒക്കെ ചെയ്യുന്ന പോലെ ഓൺ ദ ബോളിൽ കൂടുതലും ഒരു ഫോക്കസ് കൊടുത്തുകൊണ്ട് കൂടുതലും പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കാനാണ് കാരിക്ക് നോക്കുന്നത് എന്നുള്ള റിപ്പോർട്ട്സാണ് വന്നത്. അത് നടക്കോ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾക്ക് ഇവിടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും അധികം ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ നമ്മുടെ ടാക്ടിക്കൽ വീഡിയോയിലോട്ട് ഇറങ്ങാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫുൾ വീഡിയോ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഈ സാൻറ്റോസിനെ കുറിച്ചും ടിലമെൻസിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹിയർ വീക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്ലെയർ പ്രൊഫൈൽസ് ഒക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതവിടെ പോയിട്ട് കാണാവുന്നതാണ് ഈ വീഡിയോയ്ക്ക് ശേഷം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ പിക്ക് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് 11, അതായത് മൈക്കൽ കാരിക്ക് അടുത്ത സീസണിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന 11 എന്തായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ലാമൻസ് ആയിരിക്കും, ഡാലോ ഷോ ആയിരിക്കും നമ്മുടെ ഫുൾ ബാക്സ്. എൻ്റെ അഭിപ്രായത്തിൽ അതായിരിക്കും. മഗ്വയർ ആൻഡ് മാർട്ടിനസ് ആയിരിക്കും കാരിക്കിൻ്റെ പ്രിഫേർഡ് സെൻറ്റർ ബാക്ക് ഓപ്ഷൻസ്. കൂട്ടത്തിൽ ഞാനിവിടെ പറയുന്നത് സാൻറ്റോസ് ആൻഡ് മെയിനും ആണ്. കാരണം ടിലമെൻസ് ഇപ്പോൾ ഇഞ്ചോർഡ് ആണ്. അപ്പോൾ ടിലമെൻസ് ഇഞ്ചുറി കഴിഞ്ഞ് വന്നാൽ മാത്രമാണ് നമുക്ക് അറിയുള്ളൂ ടിലമെൻസ് സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ സാൻറ്റോസ് ആൻഡ് മെയിനുവിനെയാണ്. പിന്നെയുള്ളത് കുനിയ ആൻഡ് എംബുമോ വിടുത്ത് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലേയേഴ്സും. നമ്പർ 10 ബ്രൂണോ ആൻഡ് സ്ട്രൈക്കറുടെ സെസ്കോ അല്ലെങ്കിൽ സെർക്സി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ഇതൊരു സ്വിച്ച് ആവാം. ആമാദ് റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എംബുമോ സ്ട്രൈക്കറായി മാറിയേക്കാം. അത് നമുക്ക് നമ്മുടെ ഫ്ലൂയിഡാണ് ആ സിസ്റ്റം, നമ്മുടെ ഫ്രണ്ട് 3 ഫ്ലൂയിഡിറ്റി ഉണ്ട് നമുക്ക്. ഇനി സാൻറ്റോസ് ആൻഡ് മെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്കറിയാം കാരിക്ക് ഉദ്ദേശിക്കുന്നത് ഒരു ഓൺ ദ ബോൾ സിസ്റ്റമാണ്, അല്ലെങ്കിൽ കൂടുതലും പൊസിഷൻ ബേസ് ചെയ്യുക, എന്നിട്ട് ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുക, ഫൈനൽ തേർഡിൽ കൂടുതലും പന്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിപ്പോൾ ബാക്ക് നിന്ന് ബിൽഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഓൺ ദ ബോളിൽ ബാക്ക് നിന്ന് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ് സാൻറ്റോസ്. നമുക്കറിയാം കസമിറോയ്ക്ക് പകരം ഒരു ഡയറക്റ്റ് റീപ്ലേസ്മെൻ്റ് അല്ല സാൻറ്റോസ്. പക്ഷേ എന്നിരുന്നാലും സാൻറ്റോസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഓൺ ദ ബോളിൽ കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ്, കസമിറോക്കാട്ടും കൂടുതൽ ഫ്രഷ് ആയിരിക്കും സാൻറ്റോസ് ആ മിഡ്ഫീൽഡ്. അതുകൊണ്ട് തന്നെ സ്പീഡ് കൂടുതലായിരിക്കും, എജിലിറ്റി കൂടുതലായിരിക്കും. പന്ത് കിട്ടിക്കഴിഞ്ഞാൽ 2-3 സെക്കൻഡ് കൂടുതൽ എടുക്കാതെ പാസ് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറും കൂടിയാണ് സാൻറ്റോസ്. സ്പേസ് അവയർനെസ് ഉള്ള പ്ലെയറാണ് സാൻറ്റോസ്. കസമർക്ക് ഇല്ലാത്തത് സ്പേസ് അവയർനെസ് ആയിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ സാൻറ്റോസ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ലെറ്റ്സ് സീ. ഇപ്പോൾ മഗ്വയറും മാർട്ടിനസും നമുക്കറിയാം 2 സെൻറ്റർ ബാക്സ് ആണ്. അതിൽ തന്നെ മാർട്ടിനസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ബോൾ ക്യാരിങ്ങിലും അതേപോലെ തന്നെ ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കാനും. ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് നമ്മൾക്കെതിരെ വരുന്ന പ്രസ്. ഇപ്പോൾ മാർട്ടിനസിനും മഗ്വയറിനും പന്ത് പിക്ക് ചെയ്തുകൊണ്ട് പാസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ സാൻറ്റോസിന് ഡ്രോപ്പ് ഇൻ ചെയ്തുകൊണ്ട് പന്ത് റിസീവ് ചെയ്യാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത് നിൽക്കുന്ന കോബി മേനു അല്ലെങ്കിൽ ഡീപ്ലിക്ക് ചിലപ്പോൾ ഇറങ്ങി വരുന്ന ബ്രൂണോ ഫെർണാണ്ടസിനൊക്കെ പന്ത് നേരെ സ്വിച്ച് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പാസ് ചെയ്യാൻ പറ്റും. കൂട്ടത്തിൽ സാൻറ്റോസിനുള്ള ഞാൻ കണ്ടിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് ലൈൻ ബ്രേക്കിംഗ് പാസസ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ പാസസ്. നമ്മുടെ വിങ്ങിൽ നിൽക്കുന്ന കുനിയ അല്ലെങ്കിൽ എംബൂമോ അവർക്കുള്ള വെർട്ടിക്കൽ പാസസ് കൊടുക്കാനും സാൻറ്റോസിന് കഴിയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സെൻട്രലിൽ ഓപ്ഷൻസ് കുറവാണ്, പാസിംഗ് ഓപ്ഷൻസ് കുറവാണെങ്കിൽ സാൻറ്റോസിന് വെർട്ടിക്കൽ പാസസ് കൊടുക്കാനും സാൻറ്റോസിനെ കൊണ്ട് പറ്റും. ഈ ഒരു അഡ്വാൻറ്റേജ് ആണ് സാൻറ്റോസിന് കൂടുതൽ ഞാൻ കണ്ടത്. കൂട്ടത്തിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾക്കെതിരെ വരുന്ന പല ഒപ്പോസിഷൻ ടീംസും സെറ്റപ്പ് ചെയ്യുന്നത് ഒരു 4-4-2 സിസ്റ്റമാണ്. ആ ഒരു സമയത്ത് നമ്മൾ കൂടുതലും ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഒരു മിനിറ്റ്, ഇപ്പോൾ നമ്മളിങ്ങനെയാണ് കൂടുതലും നമ്മുടെ ഒരു അറ്റാക്കിംഗ് ഫേസിൽ നമ്മൾക്കെതിരെ വരുന്ന ഒപ്പോസിഷൻ ടീം സെറ്റപ്പ് ചെയ്യാറ്. അപ്പോൾ അതിൽ തന്നെ
നമുക്കറിയാം ലൂക്ക് ഷോ അല്ലെങ്കിൽ ഡാലോ ആണ് നമ്മുടെ ഫുൾ ബാക്സ്. അതിൽ കൂടുതലും ഡാലോ ആണ് കുറച്ചും കൂടി അറ്റാക്കിംഗ് ത്രെറ്റിലോട്ട് കയറാറുള്ളത്. മെഗ്വയർ ആണെങ്കിലും അതേപോലെ തന്നെ മാർട്ടിനസ് ആണെങ്കിലും ഇവിടെ അവർ സെൻട്രൽ ലൈനിലാണ് കൂടുതലും അവർ നിൽക്കാറ്. അത് പ്രത്യേകിച്ച് മെഗ്വയർ, കാരണം മെഗ്വയറിന് ഒരു ട്രാക്ക് ബാക്ക് ചെയ്യാനുള്ള സ്പീഡ് ഇല്ല എന്നുള്ളത് മൂപ്പർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മെഗ്വയർ അധികം റിസ്ക് എടുക്കാതെ മുന്നോട്ട് കയറി പോവാറില്ല. ഒരു 90-95% കൂടുതലും സെൻട്രൽ ലൈനാണ് മെഗ്വയർ നിൽക്കാറ്. കാരണം പന്ത് എങ്ങാനും ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി പിടിക്കാനുള്ളൊരു അഡ്വാൻറ്റേജ് കിട്ടാനാണ്. അതിൽ മാർട്ടിനസ് കുറച്ചുകൂടി അഗ്രസീവായിട്ട് കുറച്ചുകൂടി മുന്നിൽ കയറി പോകാറുണ്ട്. നമ്മളത് കഴിഞ്ഞ സീസണിലും കണ്ടതാണ്. അണ്ടർ അമോറിം ആണെങ്കിലും അല്ലെങ്കിൽ കാരിക്കിൻ അണ്ടറിലാണ് നമ്മൾ കണ്ടതാണ്. സോ ഈ ഒരു സമയത്ത് നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള 2 മിഡ്ഫീൽഡേഴ്സും ഇപ്പോൾ ഉള്ള സാന്റോസ് ആണെങ്കിലും മെയിനും ആണെങ്കിലും 2 പേരും ബോൾ പ്ലേയിങ് മിഡ്ഫീൽഡേഴ്സാണ്. ഇപ്പോൾ അവരടുത്ത് പന്ത് കിട്ടിയാലും അവർക്ക് ഇപ്പോൾ ഈ ഇങ്ങനത്തെ സ്റ്റേജിലൊക്കെ മെയിനുവിന് പന്ത് കിട്ടിയാലും മെയിനുവിന് ഇവിടുന്ന് ഡ്രിബിൾ ചെയ്തുകൊണ്ട് പന്ത് സെസ്കോയ്ക്കോ അല്ലെങ്കിൽ ബ്രൂണോയ്ക്കോ എത്തിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ സാന്റോസിനൊരു കഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത് എനിക്ക് വേണ്ടത് ഫസ്റ്റ് ഗെയിമിൽ റെക്സം ഗെയിമിൽ നമ്മൾ കണ്ടിരുന്നു ലൈൻ ബ്രേക്കിംഗ് പാസസ്, ഫൈനൽ തേർഡിൽ നിന്ന് ലൈൻ ബ്രേക്കിംഗ് പാസസ്, ഡിഫൻസിന് സ്പ്ലിറ്റ് ചെയ്യുന്ന പാസസ് കൊടുക്കാനുള്ള കഴിവും നമ്മുടെ സാന്റോസിനുണ്ട്. എസ്പെഷ്യലി ആ സാന്റോസ് കൊടുത്തൊരു പാസ് ഉണ്ട് ഡോർഗുന്, ഐ തിങ്ക് ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് റോസൻബർഗ്, നമ്മുടെ 2ാമത്തെ പ്രീ സീസൺ ഗെയിമിലായിരുന്നു. ആ പാസ്സൊക്കെ വന്നത് ഏകദേശം ഇതേ സ്പോട്ടിൽ നിന്നാണ്. അത് ഇപ്പം മെയിൻ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് സാന്റോസ് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഡോർഗു കുനിയയ്ക്ക് വരും കളിച്ച ഡോർഗു ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പാസ് ഇവിടുന്ന് നമ്മുടെ സാന്റോസ് നമ്മുടെ സന്തോഷ് കുട്ടൻ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഈ പ്ലെയർക്ക് ഉണ്ട്, ഈ സാന്റോസിനുണ്ട്. അപ്പോൾ ഇതാണ് ഓൺ ദ ബോൾ നമുക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജസ്. പക്ഷേ നമ്മളെപ്പോഴും നോക്കേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ ഓൺ ദ ബോൾ കളിക്കുന്നുണ്ടെങ്കിലും ഓഫ് ദ ബോളിൽ എങ്ങനെയാണ് നമ്മുടെ ടീം പെർഫോം ചെയ്യുന്നത് അത് ബേസ് വെച്ചിട്ടാണ് നമുക്ക് പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനിൽ ലെറ്റ്സ് സേ നമ്മുടെ എംബൂമിൻ്റെ കയ്യിൽ പന്തുണ്ട്. എംബൂമ ഇവിടുന്ന് പന്ത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾക്കെതിരെ നിൽക്കുന്ന പല ഓപ്പോസിഷൻ ടീമും ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ലോ ആയിട്ട് ഓടുന്ന മെഗ്വയർ പോലത്തെ ഡിഫൻഡേഴ്സിനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് സ്വിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞ ലോങ് ബോൾ അല്ല, പക്ഷേ ഒരു ഡയറക്റ്റ് സ്വിച്ച് ഇതിൻ്റെ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാസ് കൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇവിടെ സംഭവിച്ചിരുന്നത് പണ്ട് കസമേറോ കളിക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ കസമേറോ കളിച്ച സമയത്ത് കസമേറോക്ക് ഇങ്ങോട്ട് എത്താനുള്ള ട്രാക്ക് ബാക്കുള്ള സ്പീഡ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇവിടെ സാന്റോസിനുള്ളത് ആ ഒരു എബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹൈറാർക്കി ഈ സാന്റോസിനെ ബൈ ചെയ്തത്. ഇനി ഇത് നല്ല ബൈ ആണോ ചീത്ത ബൈ ആണോ എന്നുള്ളത് നമുക്ക് കാല് തെളിയിക്കേണ്ട സംഭവമാണ്. പക്ഷേ ആസ് ഓഫ് നൗ ഇങ്ങനത്തെ ട്രേഡ്സ് സാന്റോസിനുണ്ട്. സോ ഈ ഒരു പന്ത് വരുന്നേക്കാട്ട് മുമ്പ് തന്നെ സാന്റോസിന് ആ ഒരു എറർ അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസീവ് എറർ നടക്കാനും പോകുന്നു, അല്ലെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്ക് നടക്കാൻ പോകുന്നു എന്നുള്ളൊരു ഒരു ടെൻഡൻസി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പാസസ് റിസീവ് ചെയ്യാനുള്ള ഒരു ലൈൻ അവൻ ബ്രേക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവം കൂടി സാന്റോസിനുണ്ട്. സോ ഇങ്ങനത്തെ ഡിഫൻസീവ് ഷീൽഡ് കൊടുക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ് സാന്റോസ്. ഇനി അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു വയ്ക്കാം, എനിക്ക് തോന്നുന്നില്ല സാന്റോസ് അധികം മുന്നോട്ട് കയറി കളിക്കാൻ പോകുന്നൊരു പ്ലെയറാണെന്നുള്ളത്. കാരണം അവന് കൂടുതലുള്ള എബിലിറ്റി ഈ ഒരു ഡിഫൻസീവ് ഷീൽഡ് കൊടുക്കലാണ്. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടുന്ന് പന്ത് ഈ ഒരു ഏരിയയിലോട്ടൊക്കെ വരുമ്പോൾ ബാക്കിലേക്ക് ഓടി വന്ന് പന്ത് റിസീവ് ചെയ്യാനും അല്ലെങ്കിൽ പന്ത് ട്രാക്ക് ബാക്ക് ചെയ്ത് ബോൾ വിൻ ചെയ്യാനും കഴിവുള്ള പ്ലെയറാണ് സാന്റോസ്. അത് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ സാന്റോസിനെ കുറിച്ചുള്ള വീഡിയോ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അവൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സംഭവം ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്യലാണ്. അതായത് ഗ്രൗണ്ടിൽ കൂടെ വരുന്ന ഏത് പന്തും സാന്റോസിന് വിൻ ചെയ്യാൻ പറ്റും. കാരണം എജിലിറ്റി ഉണ്ട്, കൂടുതലും സ്മാർട്ടാണ്, അതിന് കൂടുതൽ ഫ്രഷ് ലെഗ്സ് ആണ്, യങ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സിനാരിയോസിൽ ഓഫ് ദ ബോളിൽ സാന്റോസിൻ്റെ ഹെൽപ്പ് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് മാറ്റാൻ പറ്റും. എസ്പെഷ്യലി മേനു എന്ന് പറഞ്ഞ പ്ലെയർക്ക് ലെഗ്സ് ഇല്ല, അതായത് ബാക്കിലേക്ക് ഓടി വരാനുള്ള ലെഗ്സ് ഇല്ല. ആ സ്പീഡ് മെനുവിനില്ല. ട്രാക്ക് ബാക്കിയുള്ള സ്പീഡ് മെനു വളരെ സ്ലോ ആണ്. ആ ഒരു സമയത്ത് സാന്റോസിനെ പോലത്തെ പ്ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എസ്പെഷ്യലി മെനുവിന് ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഓഫ് കോഴ്സ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു മാനു, കോനെ, ചൗമിനി പോലത്തെ പ്ലേയേഴ്സൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് അങ്ങനത്തെ പ്ലേയേഴ്സിനെ വാങ്ങുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇനി ട്രാൻസ്ഫർ വിൻഡോ എത്രത്തോളം ദൂരോട്ട് പോകുന്നു അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ആസ് ഓഫ് നൗ സാന്റോസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു സിനാരിയോ ആണ് ഓഫ് ദ ബോളിൽ വരാൻ പോകുന്നത്. പക്ഷേ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം അത് സാന്റോസിനാണെങ്കിലും മെയിനുവിനാണെങ്കിലും അതേപോലെ തന്നെ മാർട്ടിനസൊക്കെ ആണെങ്കിലും ഇവിടെ ഈ ഒരു ഏരിയയിൽ ലെറ്റ്സ് സേ മാർട്ടിനസിനെ ഇവിടെ ഒരാൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ഒരാൾ ഇവിടെ കൗണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ഓപ്പോസിഷൻ ടീം, ഒരു പ്ലെയർ സാന്റോസിൻ്റെ കൂടെയുണ്ട്, ഒരു പ്ലെയർ മെനുവിൻ്റെ കൂടെ ഉണ്ട് വിചാരിക്കാം. ഈ ഒരു ഏരിയയിൽ വരുന്ന ഏരിയൽ ബോൾസ് ഉണ്ടല്ലോ, അതായത് മോൾ കൂടെ വരുന്ന ഏരിയൽ ബോൾസ് ഒന്നും വിൻ ചെയ്യാനുള്ള കഴിവ് ഇവിടെ ആർക്കും ഇല്ല ബേസിക്കലി. അതാണ് ഞാനിവിടെ കാണുന്ന ഏറ്റവും വലിയൊരു ത്രെറ്റ്. മെയിനു, സാന്റോസ് ആൻഡ് മാർട്ടിനസ് ഈ 3 പേരും ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്യാൻ അത്ര ബെറ്റർ ആയിരിക്കില്ല അടുത്ത സീസണിലോട്ട്. അപ്പോൾ മേ ബി നമ്മൾ കാണാൻ പോകുന്നത് ഒരു നെഗറ്റീവായിട്ട് പറയല്ല, ഒരു വറിയിങ് സൈനായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കൂടുതലും ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ ഏരിയലി വീക്കാക്കാൻ നോക്കും. കാരണം ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്തൊരു പ്ലെയറാണ് അത് സാന്റോസ് ആണെങ്കിലും അതെ, മെയിനു ആണെങ്കിലും അതെ, മാർട്ടിനസ് ആണെങ്കിലും അതെ. ഓഫ് കോഴ്സ് നമ്മൾ പിച്ചിൽ പലപ്പോഴും കാണും, പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഒരു ഗെയിമിൽ ഇൻവോൾവ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഏരിയൽ ഡ്യുവൽസ് വളരെ പൂറാണ്. സോ ഒപ്പോസിഷൻ ടീം ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾക്കെതിരെ ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്യുന്നതായിരിക്കും.
നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വളരെ ടഫാണ്. നമ്മൾ PSG ഒക്കെ കളിക്കുന്ന പോലെ ഓൺ ദ ഗ്രൗണ്ട് മാത്രമല്ല, ഇവിടെ ഏരിയൽ ഡ്യൂവൽസ് വിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഏരിയൽ ഡ്യൂവൽസ് വിൻ ചെയ്യുന്നതിന് മോൺസ്റ്റർ പോലത്തെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്. അത് സാൻറ്റോസിനും മെനുവിനും മാർട്ടിനസിനെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതിന് പറ്റുന്ന പ്ലെയർ ആരാണ്? തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത്രയും നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പുതിയ ആൾക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ സാൻറ്റോസിന് പകരം ടിലമെൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് മെയിനോ അല്ലെങ്കിൽ ടിലമെൻസ് ഒക്കെ ഇവിടുന്ന് ബോൾ അല്ലെങ്കിൽ ലാമൻസിൻ്റെ കയ്യിൽ നിന്ന് ബോൾ റിസീവ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. അതിന് കൂട്ടത്തിൽ എനിക്ക് മനസ്സിലായ സംഭവം ടിലമെൻസിന് ബോൾ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറും കൂടിയാണ്. മെയിനിനെ പോലെ തന്നെ ബോൾ കൊണ്ട് മുന്നോട്ട് വരാൻ പറ്റുന്ന പ്ലെയറാണ് ടിലമെൻസ്. പക്ഷേ ഇവിടെ വന്നാലും എഗെയിൻ ഓഫ് ദ ബോളിൽ വരാൻ പോകുന്ന പ്രശ്നം, സാൻറ്റോസിനെ പോലെ ടിലമെൻസ് ഒരു ഡിഫൻസീവ് കവർ കൊടുക്കുന്ന മിഡ്ഫീൽഡർ അല്ല. അതുകൊണ്ട് തന്നെ ടിലമെൻസിന് കൂടുതലും ടെൻഡൻസി മുന്നോട്ട് കയറി പോകാനായിരിക്കും. ഈ ഒരു ഏരിയയിലേക്കായിരിക്കും ടിലമെൻസിന് കയറി പോകാൻ ടെൻഡൻസി കൂടുതലും. കാരണം ഹീസ് നോട്ട് എൻ ഒഫെൻസീവ് പ്ലെയർ, ഹീസ് നോട്ട് എ ഡിഫൻസീവ് പ്ലെയർ, ഹീസ് മോർ ഓഫ് എൻ ഒഫെൻസീവ് പ്ലെയർ. ഇങ്ങനത്തെ സിനാരിയോസിൽ കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ്, ഈ ബ്രൂണോനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് പലവട്ടം അല്ലെങ്കിൽ പല സിനാരിയോസിലും നമുക്ക് ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുത്തുകൊണ്ട്, ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുത്തുകൊണ്ടും സെസ്കോനെ എംബൂമിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മളിപ്പോൾ ഫുള്ളി ഡിപ്പെൻഡ് ഓൺ ബ്രൂണോ ആണ്. ഫൈനൽ തേർഡ് എന്ത് ക്രിയേറ്റിവിറ്റി കാണിക്കണമെങ്കിലും ബ്രൂണോ വേണം. പക്ഷേ ടിലമെൻസിനെ കളിപ്പിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ആ ഒരു ഭാരം ബ്രൂണോക്കുള്ള ആ ഒരു ഭാരം കുറയും. കാരണം ടിലമെൻസ് കുറച്ചുകൂടി ക്രിയേറ്റീവ് പ്ലെയർ ആണ്. ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കാനും ഫൈനൽ തേർഡിൽ ഗോൾ ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാനും പറ്റുന്നൊരു പ്ലെയറാണ് ടിലമെൻസ്. അത് പാസിൽ കൂടെ ആയിരിക്കാം, അതിന് കൂടെ തന്നെ ഓഫ് ദ ബോളിൽ ഔട്ട്സൈഡ് ദ ബോക്സിൽ ഒരു ബാങ്ങർ ഗോൾ അടിക്കാനും ടിലമെൻസിനെ കൂടെ പറ്റാറുണ്ട്. സോ ടിലമെൻസിനുള്ളൊരു അഡ്വാൻറ്റേജ് അതാണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം, ടിലമെൻസ് ഒരു ഒഫെൻസീവ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഈ മുന്നോട്ട് കയറിപ്പോയുള്ള ടെൻഡൻസി കൂടുന്നതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വരാനുള്ള കൗണ്ടർ അറ്റാക്സ് അത് തടയാനായിട്ടൊരു മിഡ്ഫീൽഡറോട് ഉണ്ടാവില്ല, ഈ ഒരു ഏരിയയിൽ ഉണ്ടാവില്ല, നേരത്തെ സാൻറ്റോസിനെ കാണിച്ച പോലെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നുള്ള ഗോൾ ഓപ്പർച്യൂണിറ്റീസ്, ഓപ്പോസിറ്റ് ടീമിലുള്ള ഗോൾ ഓപ്പർച്യൂണിറ്റീസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞാലുള്ളത്, ഈ ടിലമെൻസിനാണെങ്കിലും മെയിനുവിനാണെങ്കിലും രണ്ടുപേർക്കും ബാക്കിലോട്ട് ഓടി വരാനുള്ള കഴിവില്ല, അവർക്ക് ആ പേസ് ഇല്ല. ഓൺ ദ ബോൾ അടിപൊളിയാണ്, പക്ഷേ ഓഫ് ദ ബോളിൽ ദിസ് ഈസ് എ വറിയിങ് സൈൻ. ഈ ടിലമെൻസ് മെയിനൊക്കെ ഇത് ഏകദേശം ഓടി ഇതുവരെയൊക്കെ എത്തുമ്പോഴേക്കും ഇവിടെ ഗോളായിട്ടുണ്ടാവും. അതായത് അവർ ഒഫൻസീവ് തേർഡിൽ നിന്ന് ആ സെൻറ്ററിൽ എത്തിനെക്കാട്ടും മുമ്പ് തന്നെ ഗോൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. കാരണം അത്രയും സ്ലോ ആണ് മെയിനും ടിലമെൻസും. ഗ്രൗണ്ട് ഡ്യൂവൽസ് അടിപൊളിയാണ്, പക്ഷേ ഏരിയൽ ഡ്യൂവൽസ് എഗെയിൻ ടിലമെൻസ് ആണെങ്കിലും മെയിനും ആണെങ്കിലും ദേ ആർ നോട്ട് ഗുഡ്. അപ്പോൾ നമ്മൾ സൈഡ് രണ്ട് മിഡ്ഫീൽഡേഴ്സിൻ്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇതിൽ ആര് സ്റ്റാർട്ട് ചെയ്യണം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് റെക്കമെൻഡ് സാൻറ്റോസ് ടു സ്റ്റാർട്ട്. ടിലമെൻസ് ബെഞ്ച് പോയിക്കൊണ്ട് മെയിനു ആൻഡ് സാൻറ്റോസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ, നമ്മുടെ ടീമിന് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എസ്പെഷ്യലി ഈ പ്രീ സീസൺ ഗെയിംസ് കണ്ടതിൽ നിന്ന് ടിലമെൻസ് മെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ വറിയിങ് സൈൻ. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ദിസ് വിൽ ബി എ വറിയിങ് സൈൻ. നമ്മൾ ഗോൾ അടിക്കാൻ നോക്കും, ഗോൾ അടിക്കും, പക്ഷേ നമ്മൾ 3 ഗോൾ അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ 3 ഗോൾ ഇങ്ങോട്ട് തിരിച്ചു കിട്ടാനുള്ള പണി നമ്മൾ ചിലപ്പോൾ വാങ്ങും. അതാണ് ടിലമെൻസിൻ്റെ മെനുവിൻ്റെ പ്രശ്നം. സോ ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ്സ്, നിങ്ങൾ ആരെ സ്റ്റാർട്ട് ചെയ്യും? ടിലമെൻസിനെ സ്റ്റാർട്ട് ചെയ്യോ അതോ ആന്ത്രേ സാൻറ്റോസ് നമ്മുടെ സന്തോഷിനെ സ്റ്റാർട്ട് ചെയ്യോ മിഡ്ഫീൽഡിൽ അലോങ് വിത്ത് മെയിൻ എന്നുള്ളത് ആൾ കോമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളൊരു പ്ലെയർ, ഇപ്പോൾ ഈ രണ്ട് മിഡ്ഫീൽഡേഴ്സും അല്ല, ഇപ്പോൾ ടിലമെൻസും അല്ല സാൻറ്റോസും അല്ല, ഇവരല്ലാതെ വേറൊരു മിഡ്ഫീൽഡർ ഉണ്ട്, ഇവരായിരിക്കും നമുക്ക് ബെറ്റർ എന്ന് തോന്നുന്ന മിഡ്ഫീൽഡർ ആരാണ്? തീർച്ചയായിട്ടും ആൾ കോമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ വായിക്കും, നിങ്ങൾക്ക് റിപ്ലൈ അവിടെ തരുന്നതായിരിക്കും. സോ ഡു ലൈക്ക് ദ വീഡിയോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം നമ്മൾ ഇതുപോലത്തെ പല വീഡിയോസ് ഇറക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ട്രാൻസ്ഫർ ലൈവൊക്കെ നമുക്ക് വരാനുണ്ട്, കുറേ ലൈവ് വീഡിയോസ് ചെയ്യാനുണ്ട്. അതിന് കൂട്ടത്തിൽ ഞാൻ ടാക്ടിക്കൽ വീഡിയോ ഇറക്കിയെന്നുള്ളൂ, കാരണം ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയായിരിക്കും മൈക്കിൾ കാരിക്ക് സെറ്റപ്പ് ചെയ്യാൻ പോകുന്ന അടുത്ത ടീമിനെ അല്ലെങ്കിൽ അടുത്ത സീസണിലോട്ട് ടിലമെൻസ് ആൻഡ് സാൻറ്റോസ് അവിടെ വർക്ക് ആകുമോ എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേറൊരു വീഡിയോ ഉണ്ട്, അത് നമ്മുടെ ഫുൾ ബാക്സിനെ പറ്റിയിട്ടാണ്, ഡാലോ ആൻഡ് ഷോ. ഞാനിപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്തത് പ്യൂർലി ഓൺ മിഡ്ഫീൽഡാണ്, കാരണം നമ്മുടെ ഫോക്കസ് മിഡ്ഫീൽഡ് അതുകൊണ്ടാണ്. ലൂക്ഷനെ കുറിച്ചിട്ടും ഡാലോനെ കുറിച്ചിട്ടും വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫുൾ ബാക്സ് എങ്ങനെയായിരിക്കും നമ്മൾ അടുത്ത സീസണിൽ വർക്ക് ആവേണ്ടത് അല്ലെങ്കിൽ വർക്ക് ആകുമോ എന്നുള്ളത്. അതേപോലെ തന്നെ റാഷ്ഫോർഡ് തിരിച്ച് വന്നാൽ എങ്ങനെയായിരിക്കും കുനിയ റാഷ്ഫോർഡ് കോംബോ ഒക്കെ അവിടെ വർക്കാവും നടക്കുമോ എന്നുള്ളതും നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ടാക്ടിക്കൽ വീഡിയോസിന് വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ കാണാം. അതുവരേക്കും സീ യു.